ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCA BSc ഇലക്ട്രോണിക്സ് കുട്ടികളുടെ ഗദ്യ തരംഗ് എന്ന ടെക്സ്റ്റിലെ ത്രിശങ്കു ബേച്ചാര എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മോസ്റ്റ് പ്രൊബബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ 4 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കഥയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എസ്സേയും തറവായിട്ട് പഠിച്ചു വെക്കുക. ചാപ്റ്റർ നല്ലപോലെ റീഡ് ചെയ്യുക. ക്ലാസ്സസ് വീഡിയോസ് അപ്ലോഡഡ് ആണ് ചാനലിൽ, അത് കാണുക. അതൊക്കെ കാണാൻ അധികം സമയമൊന്നും എടുക്കില്ല. അരമണിക്കൂറിനുള്ളിലുള്ള ചാപ്റ്റേഴ്സാണ്, ക്ലാസ്സസ്സാണ്. അത് കാണുക. അത് കണ്ടിട്ട് ചാപ്റ്റർ വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് വന്നാലേ അത് പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. നേരെ കയറി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ മാത്രം നോക്കി നോട്ട്സ് മാത്രം നോക്കാമെന്ന് വെച്ചാൽ അതിൻ്റേതായ പോരായ്മ അതിൽ കാണും. ഓക്കെ, സോ വിൽ മൂവ് സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഈ ത്രിശങ്കു ബേച്ചാര എന്ന ചാപ്റ്ററിലെ ആദ്യം നമുക്ക് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ത്രിശങ്കു ബേച്ചാര കാ ലേഖക് കോൻ ഹെ? ത്രിശങ്കു की सबसे बड़ी अभिलाषा क्या थी? ത്രിശങ്കു ബേച്ചാര എന്ന കഥ എഴുതിയതാരാണ്? അത് വേറെ ആരുമല്ല, വ്യംഗ്യ സമ്രാട്ട് ഹരിശങ്കർ പർസായി. ഹിന്ദി സാഹിത്യത്തെ വ്യംഗ്യ സമ്രാട്ട് എന്ന് എടുത്തെഴുതണം. നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും, വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. വെറും ഹരിശങ്കർ പർസായി ജി എന്നല്ല, ഹിന്ദി സാഹിത്യക്ക് വ്യംഗ്യ സമ്രാട്ട് ഹരിശങ്കർ പർസായി ജി की रचना है त्रिशंकु बेचारा. और त्रिशंकु की सबसे बड़ी अभिलाषा क्या थी? അഭിലാഷ എന്ന് വെച്ചാൽ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം. ത്രിശങ്കുവിൻ്റെ ഏറ്റവും വലിയ അഭിലാഷ എന്തായിരുന്നു? उसकी सबसे बड़ी अभिलाषा थी कि वो एक अच्छे मोहल्ले में एक अच्छे मकान में रहे. ഒരു നല്ല സ്ട്രീറ്റിൽ, ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ, ഒരു നല്ല വീട്ടിൽ താമസിക്കണം. അതായിരുന്നു ത്രിശങ്കു മാസ്റ്ററിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിശ്വാമിത്ര ത്രിശങ്കു സെ ക്യോं खुश हुए? ത്രിശങ്കുയിൽ എന്തുകൊണ്ട് വിശ്വാമിത്രൻ സംപ്രീതനായി? എന്തുകൊണ്ട് വിശ്വാമിത്രൻ ത്രിശങ്കുയിൽ ഹാപ്പിയായി? വിശ്വാമിത്ര का लड़का त्रिशंकु की कक्षा में पढ़ता था और वह पढ़ने में बहुत कमज़ोर था. വിശ്വാമിത്രൻ്റെ മകൻ ത്രിശങ്കുവിൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു പയ്യൻ. लेकिन त्रिशंकु ने उसे कुछ ऐसे प्रश्न बताए और बाद में कुछ इस तरह उसके नंबर भरवाए कि वह पास हो गया. പക്ഷേ ത്രിശങ്കു എന്ത് ചെയ്ത്? വിശ്വാമിത്രൻ്റെ മകന് കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിന് മുമ്പേ പറഞ്ഞു കൊടുത്തു. ഓർ കുച്ച് ഇസ് തറ ഉസ്കെ നമ്പർ ഭർവായി. ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, പയ്യൻ പഠിക്കാൻ പുറകോട്ടായിരുന്നു. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞും വാല്യൂ ചെയ്തപ്പോഴും അനാവശ്യമായി മാർക്ക് ഇട്ടുകൊടുത്തു. ഓർ വോ പാസ് ഹോ ഗയ. പഠായി മേ കംസോർ ബേटे को त्रिशंकु मास्टर की कृपा से पास होते देख विश्वामित्र उनसे खुश हुए. അപ്പം പഠായി മേ കംസോർ ബേട്ട, പഠിത്തത്തിൽ പുറകോട്ടുള്ള പയ്യൻ ത്രിശങ്കു മാസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി ജയിച്ചു എന്നറിഞ്ഞപ്പോൾ വിശ്വാമിത്ര ഉൻസെ ഖുഷ് ഹുവേ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ ഗദ്യതരംഗ് ടെക്സ്റ്റിൽ 4 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ യാത്രാ കാ റൊമാൻസും ഭീഷ്മക്കോ ഷമാനഹി കിയാ ഗയ, ആ 2 ചാപ്റ്ററിൽ നിന്ന് ഡയലോഗ്സ് കുറവാണ് താരതമ്യേന. അപ്പോൾ അതിൽ നിന്ന് ഡയലോഗ്സ് വരാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് ഡയലോഗ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെ എളുപ്പവുമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതുപോലത്തെ ഒരു സംഭാഷണമാണ്, നഹി ത്രിശങ്കു തും കുച്ച് മാംഗ് ലോ തുമ്ഹാരാ മുझ पर ऋण है. बालक का एक पिता जन्मदाता है और दूसरा विद्या देने वाला. कौन किससे कह रहा है? संदर्भ व्यक्त कीजिए. ആരോട് പറയുന്നു? സന്ദർഭം പറയുക. അല്ലെങ്കിൽ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് കഥയിൽ നിന്നാണ്, ഇതിൻ്റെ രചനാക്കാരാരാണ്, ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാം ഒരു ഡയലോഗ് തന്നിട്ട്. നഹി ത്രിശങ്കു തും കുച്ച് മാംഗ് ലോ തുമ്ഹാരാ മുझ पर ऋण है. ഋൺ എന്ന് വെച്ചാൽ കടം. നീ എന്തെങ്കിലും ചോദിക്ക് ത്രിശങ്കു, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇതാരാ പറയുന്നത്? വിശ്വാമിത്ര ത്രിശങ്കു മാസ്റ്റർ സെ കഹ രഹേ ഹെ. കബ് കഹ രഹേ ഹെ, എപ്പോഴാണ് ഇത് പറഞ്ഞത്? ജബ് ഉन्हें പതാ ചല कि त्रिशंकु ने उनके बेटे को परीक्षा पास करने में मदद की. അദ്ദേഹം അറിഞ്ഞു ത്രിശങ്കുവാണ് അദ്ദേഹത്തിൻ്റെ മകൻ പരീക്ഷയ്ക്ക് ജയിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഈ ത്രിശങ്കുവാണെന്നറിഞ്ഞു. അപ്പോൾ പറയുന്ന ഈ ഒരു ഡയലോഗാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചു തരാൻ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ബാലക്ക ഏക് പിതാ ജന്മദാത്ത ഹെ. അപ്പം വിദ്യ കൊടുക്കുന്ന ആൾ കുട്ടിയുടെ ജന്മദാത്തയും കൂടാണ്.
ജന്മം കൊണ്ട് ബയോളജിക്കലി അച്ഛനാണ് ഞാനെങ്കിലും വിദ്യ നൽകി അവനെ പ്രബുദ്ധനാക്കിയത് താങ്കളാണ്. അതുകൊണ്ട് ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മത്ലബ് യഹ कि तुम यहाँ रहने के काबिल नहीं हो, मैं देख कर ही आदमी को समझ जाता हूँ. ഇനി ഇത് ആരോട് പറഞ്ഞു? ചോദ്യം ഇതാണ്. മത്ലബ് യഹ कि तुम यहाँ रहने के काबिल नहीं हो, എനിക്ക് ആളിനെ കണ്ടാലറിയാം നീ ഇവിടെ താമസിക്കാൻ യോഗ്യനല്ല. കാബിൽ നഹി എന്ന് വെച്ചാൽ യോഗ്യനല്ല. നിന്നെ കണ്ടാൽ എനിക്കറിയാം, എനിക്ക് ആളിനെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ആരുടെ ഡയലോഗാണ്? ആരാണ് പറയുന്ന സംഭാഷണം? ഇത് ആരുടെ സംഭാഷണമാണ്? ഇന്ദ്ര കാ കഥൻ ഹെ. ത്രിശങ്കു ഒരു കോലപ്പെട്ട അവസ്ഥയിൽ ഒരു പിച്ചക്കാരനെ പോലെ ഒരു ലുക്കുള്ള ഒരു ഉന്തുവണ്ടിയിൽ കുറേ സാധനവുമായിട്ട് പോകുമ്പം ഇന്ദ്രന് അത് കണ്ടപ്പോഴേ ദേഷ്യം വരും. അപ്പോൾ ഇന്ദ്രൻ പറയുന്ന ഡയലോഗാണ്, തും യഹാ രഹനേക്ക് കാബിൽ നഹി ഹോ, മേ ദേഖ് കർ ഹി ആദ്മി കോ സമജ് ജാത്താ ഹൂँ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ ആളിനെ മനസ്സിലാവും. എന്ന് വെച്ചാൽ എനിക്ക് ആളിനെ കണ്ടാൽ, ലുക്ക് കണ്ടാൽ അറിയാം. ഇപ്പോൾ ഉണ്ണീനെ കണ്ട ഉരുള പഞ്ഞം അറിയുന്ന പോലെ എനിക്ക് നിന്നെ കണ്ടാലേ അറിയാം നീ ഞങ്ങളുടെ സ്വർഗ്ഗപുരിയിൽ താമസിക്കാൻ യോഗ്യന്, അത്രയുള്ള സ്റ്റാറ്റസ് നിനക്കില്ല എന്നെനിക്ക് അറിയാം. വേറൊരു സംഭാഷണം, സാഹബ് വഹാ तो और तरह के लोग रहते हैं, वह जाति ही दूसरी है, वे मुझे अपने बीच कैसे रहने देंगे, കഥൻ കിസ്കാ ഹെ ഓർ കിസ് ജാതി കെ ബാരെ മേ കഹാ ജാ റാ ഹെ. ഇത് ആരോട് പറഞ്ഞതാണ്? ഇത് പറയുന്നത് ത്രിശങ്കു മാസ്റ്ററാണ്. ഇപ്പോൾ ത്രിശങ്കു സ്വർഗ്ഗപുരിയിൽ വീട് അലോട്ടായി എന്നറിഞ്ഞപ്പോൾ ത്രിശങ്കുവിന് കൺഫ്യൂഷനാവും. നമ്മൾ കഥ വായിച്ചതാ അല്ലേ? ത്രിശങ്കുവിന് മനസ്സിലാവും എനിക്ക് ആഗ്രഹിക്കാനേ പറ്റൂ, എനിക്ക് അത്രയും വലിയ റെസിഡൻഷ്യൽ ഏരിയയിൽ വേറെ ടൈപ്പ് ആൾക്കാർ, വേറെ ജാതി ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്, വളരെ ഹൈഫൈ. അവരുടെ കൂടെ ഞാൻ പോയി എങ്ങനെ ജീവിക്കും? സാഹബ് വഹാ തോ ഓർ तरह के लोग रहते हैं, അവിടെ വേറെ ടൈപ്പ് ആൾക്കാരാ സാറേ. വഹ ജാതി ഹി ദൂസരി ഹെ, ആ ഒരു ജാതി തന്നെ വേറെയാണ്. വേ മുझे अपने बीच कैसे रहने देंगे, ഇനി ഞാൻ അവിടെ പോയി താമസിക്കാമെന്ന് വെച്ചാലും അവരെന്നെ അവിടെ പൊറുപ്പിക്കത്തില്ല. त्रिशंकु मास्टर का कथन है ये, और स्वर्गपुरी के निवासियों का जिक्र यहाँ किया जा रहा है. സ്വർഗ്ഗപുരിയിലെ താമസക്കാരെയാണ് ആ വിശേഷ ജാതിപ്പെട്ട ആൾക്കാരെന്നിവിടെ പറയുന്നത്. ഇനി നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, त्रिशंकु बेचारा में समाज में व्याप्त भेदभाव को किस प्रकार व्यक्त किया है. സമൂഹത്തിൽ കാണുന്ന ഭേദ്ഭാവ് എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനേഷൻ, ആൾക്കാരെ പണത്തിൻ്റെ ബേസിസിൽ തരംതിരിക്കുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അതെങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണത് ചിത്രീകരിച്ചിരിക്കുന്നത്. സമാജ് ആദ്മി കോ उसकी धन संपत्ति एवं पद प्रतिष्ठा के आधार पर ही आदर एवं सम्मान देता है. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന് അവൻ്റെ ധനസമ്പത്തി, സമ്പത്തനുസരിച്ചും പദപ്രതിഷ്ഠ, അവൻ്റെ പൊസിഷൻ അനുസരിച്ചുമാണ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത്. ജിസ്കെ പാസ് മോട്ടോർ കാർ ഹോ, ജിസ്കെ ബच्चे പബ്ലിക് സ്കൂൾ में पढ़ते हो, उसे लोग इज्जत देते हैं. കാറുണ്ട്, വലിയ വലിയ കാറുണ്ട്, കുട്ടികൾ വലിയ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നെങ്കിൽ അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട് സമൂഹത്തിൽ. और जो बच्चों को पढ़ाता हो उसे तनख्वाह भी कम, मान सम्मान भी नहीं. കുട്ടികളെ പഠിപ്പിക്കുന്ന, ആ ജോലി ചെയ്യുന്ന, ആ തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് ശമ്പളവും കുറവ്, തൻഖാ എന്ന് വെച്ചാൽ എന്തോ സാലറി, മാൻ സമ്മാൻ ഭി നഹി, അവർക്ക് റെസ്പെക്റ്റും ഇല്ല. त्रिशंकु बेचारे में समाज की इसी मानसिकता की ओर लेखक इशारा करते हैं. സമൂഹത്തിൻ്റെ ഈ ഒരു മാനസികത, ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഈ ത്രിശങ്കു ബേച്ചാര എന്ന സ്റ്റോറിയിൽ പറയുന്നത്. गरीब स्कूल मास्टर त्रिशंकु एक अच्छे मोहल्ले में अच्छी मकान में रहने की तीव्र इच्छा मन में लिए पूरी ज़िंदगी गुजार लेता है, लेकिन अपनी इच्छा को पूरी नहीं कर पाता. ഈ ഒരു പാവപ്പെട്ട സ്കൂൾ മാസ്റ്റർ ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ കച്ചി മക്കാൻമേ, നല്ലൊരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയും ജീവിതകാലം മുഴുവനും അത് സാധിക്കാതെ പോവുകയും ചെയ്യുന്നു. अपनी इस इच्छा पूर्ति के लिए वह क्या क्या नहीं करता, ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി അവൻ എന്തൊക്കെയാണ് ചെയ്യാത്തത്. लेकिन बड़ी मुश्किल से जब उसे अच्छा सा मकान मिलने को होता है तब उसे भिकमंगा कहकर उसे भगा दिया जाता है. ഒരുപാട് കഷ്ടപ്പെട്ട്, കാരണം അയാൾ ജീവിതകാലം മുഴുവനും അധാർമികമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്.
ഗുരു ഒരിക്കലും ശിഷ്യന്മാരെ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അതൊരു ഗുരു ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. കുറച്ച് പേർക്ക് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞു കൊടുക്കുക, കുറച്ച് കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കൊടുക്കുക, അതും അവരുടെ അച്ഛൻ്റെ സമ്പത്ത് നോക്കിയിട്ട്. അവർ മക്കാൻ മാലിക് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അവസാനം ഒരു അവസരം കിട്ടിയപ്പം ഉസേ ഭിക്മങ്ക കേക്കർ ഉസേ ഭഗാ ദിയ ജാത്ത, അവനെ ഓടിക്കും. പിച്ചക്കാരനാണെന്നും പറഞ്ഞ് കളിയാക്കി ഓടിക്കും. പിച്ചക്കാരനാന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് ഓടിക്കും. ക്യോंकि समाज आदमी की वेशभूषा और धन दौलत के हिसाब से ही उसे आंकता है. ആങ്കന അളക്കുക. സമൂഹം മനുഷ്യൻ്റെ വേഷഭൂഷ, മനുഷ്യൻ്റെ ഡ്രസ്സിങ്, ആർഭാടമായ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്, ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു സ്റ്റാറ്റസ് അളക്കുന്നത് മനുഷ്യൻ്റെ ഡ്രസ്സിങ്ങിലാണ്. ഓർ ധൻ ദൗലത് കെ ഹിസാബ് സെ, കയ്യിൽ കാറുണ്ട്, വലിയ വലിയ ഫ്രിഡ്ജുണ്ട്, ടി വി ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ട്. അല്ലാതെ വിദ്യ പറഞ്ഞു കൊടുക്കുന്നവന് സമൂഹത്തിൽ സാലറിയും കുറവ്. ഇത് പണ്ടത്തെ കാലത്താട്ടോ. ഇത് ഹരിശങ്കർ പ്രസാദിയുടെ സമയത്ത് സ്കൂൾ ടീച്ചേഴ്സിന് വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു. കോളേജ് ടീച്ചേഴ്സിനും അതുപോലായിരുന്നു പണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ കോൺസെപ്റ്റിൽ, നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ ഗുരുകുല സമ്പ്രദായമാണ്. ഗുരു ശിഷ്യന് ഫ്രീ ആയിട്ടാണ് അറിവ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സ്കൂൾ അധ്യാപകർക്ക് പണ്ട് സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അധ്യാപകൻ്റെ ഒരു ഗതികേടാണ്. ഇവിടെ എല്ലാത്തിലും സമാജ്മേ വ്യാപ്ത ഭേദ്ഭാവവും കാണിക്കുന്നുണ്ട്. അതുപോലെ സ്കൂൾ ടീച്ചേഴ്സിനും ജീവിക്കണം, അറിവ് പറഞ്ഞു കൊടുക്കുന്നവനും മാന്യമായിട്ട് ജീവിക്കാൻ അവസരം കൊടുക്കണം സമൂഹം. അവനും സാലറി ഹൈക്കിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ അധികാരികളെ ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടവരെ അറിയിക്കേണ്ട ഒരു മാധ്യമമാണ് ഈ വ്യംഗ്യം. ഹരിശങ്കർ പ്രസായി അതിനാണ് ഈ വ്യംഗ്യം ഉപയോഗിക്കുന്നത്. essay type question 10 marks. त्रिशंकु बेचारा का सारांश लिखकर उसमें निहित व्यंग्य स्पष्ट कीजिए. ആ ഒരു കഥയുടെ സാരാംശം എഴുതുക, അതിൻ്റെ ജിസ്റ്റ്, ആ ഒരു സ്റ്റോറിയുടെ സാരാംശം എഴുതിയിട്ട്, സമ്മറി എഴുതിയിട്ട് ഉസ്മേ നിഹിത് വ്യംഗ്യ സ്പഷ്ട കീജിയെ. ഈ ഒരു ഒറ്റ എസ്സേ ആയിരിക്കും മിക്കപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത. ആപ്റ്റായിട്ടുള്ളൊരു എസ്സേ ആണ്. हिंदी साहित्य के व्यंग्य सम्राट हरिशंकर परसाई जी एक गरीब स्कूल मास्टर की जिंदगी की कथा के द्वारा समाज में व्याप्त भेदभाव पर प्रकाश डालते हैं. ഹിന്ദി സാഹിത്യത്തെ വ്യംഗ്യ സമ്രാട്ട് ഹരിശങ്കർ പർസായി ഒരു പാവപ്പെട്ട സ്കൂൾ മാസ്റ്റർ അയാളുടെ ജിന്ദഗി കി കഥ, അയാളുടെ ലൈഫ് സ്റ്റോറിയിലൂടെ സമാജ് മേ വ്യാപ്ത് ഭേദ്ഭാവ് പർ പ്രകാശ് ഡാൽത്തെ ഹെ. സമൂഹത്തിൽ കാണുന്ന ഈ ഭേദ്ഭാവ്, പണമുള്ളവനെ വേറൊരു രീതിയിൽ അളക്കുക, പണമില്ലാത്തവനെ ആട്ടിപ്പായിക്കുക, ഇതിലാണ് ഈ ഒരു സ്റ്റോറി നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. കഥ ആധുനിക് കാൽ കി ഹെ ലേക്കിൻ പാത്രോं के नाम पौराणिक हैं. കഥ മോഡേൺ ഏജിലെ കഥയാണ്, പക്ഷേ ക്യാരക്ടേഴ്സിൻ്റെ പേര് പൗരാണിക്കാണ്. പഴയ കാലത്തെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെയാണ് ഇവിടെ പേരുകൾ കൊടുത്തിരിക്കുന്നത്. പുരാണോ മേ ത്രിശങ്കു की जो अवस्था होती है वही त्रिशंकु मास्टर की भी होती है. അപ്പോൾ പുരാണ കഥയിൽ ത്രിശങ്കുവിന് എന്തവസ്ഥയാണോ അത് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ത്രിശങ്കുവിനും സംഭവിക്കുന്നത്. കഥ ഞാൻ വിശദമായിട്ട് ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. പുരാണ കഥ എന്താണെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. कहानी का केंद्रीय पात्र त्रिशंकु नामक स्कूल मास्टर है, जिसकी सबसे बड़ी अभिलाषा थी कि वो एक अच्छे मकान में अच्छे घर में रहे. ഈ സ്റ്റോറിയുടെ സെൻട്രൽ ക്യാരക്ടർ, കേന്ദ്രീയ പാത്ര ത്രിശങ്കു എന്ന പേരുള്ള ഒരു സ്കൂൾ മാസ്റ്ററാണ്. ജിസ്കി സബ്സെ ബഡി അഭിലാഷ थी कि वो एक अच्छे मकान में अच्छे घर में रहे. നല്ലൊരു വീട്ടിൽ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. अपनी इस चाह की पूर्ति को वो अपनी कमाई से नहीं कर पाएगा, इस बात को वह अच्छी तरह जानता था. തൻ്റെ ഈ ആഗ്രഹം തൻ്റെ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾക്കൊരിക്കലും സാധിക്കില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അത്തഹ ഗളത് റാസ്തെ അപ്നാത്താ ഥാ. ഗളത് റാസ്ത അപ്നാന, തെറ്റായ മാർഗം സ്വീകരിക്കുക. मकान मालिक के बच्चों से ज़्यादा प्यार करता था. परीक्षा के मौसम में उन्हें महत्वपूर्ण प्रश्न बता देता था. മക്കാൻ മാലിക്കുകളുടെ കുട്ടികൾക്ക് വീട്ടുടമസ്ഥരുടെ മക്കൾക്ക്, ഹൗസ് ഓണർ, വീട് ഒരുപാടുള്ളവരുടെ മക്കളെ കൂടുതൽ സ്നേഹിക്കുക. പരീക്ഷാക്കെ മോസമ്മേ ഉन्हें महत्वपूर्ण प्रश्न बता देता था. എക്സാം ടൈം ആകുമ്പോൾ അവർക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ലീക്ക് ചെയ്ത് കൊടുക്കുക. और अधिक नंबर भी देता था. वो इस प्रकार के अधार्मिक काम इसलिए करता था
क्योंकि उसे विश्वास था कि कभी ना कभी कोई ना कोई मकान मालिक उस पर प्रसन्न होकर उसे मकान दिलवा देगा. കാരണം അവൻ ഉറപ്പായിരുന്നു എന്നെങ്കിലും ഏതെങ്കിലും ഒരു മക്കാൻ മാലിക്ക് ഹാപ്പി ആയിട്ട് അവന് ഒരു വീട് അലോട്ട് ചെയ്ത് കൊടുക്കും. शहर के रेंट कंट्रोलर विश्वामित्र के बेटे की भी मदद त्रिशंकु करते हैं और पढ़ाई में कमज़ोर अपने बेटे को परीक्षा में पास होते देखकर विश्वामित्र त्रिशंकु मास्टर पर सचमुच खुश हो जाते हैं. അപ്പോൾ ഈ ഒരു വ്യക്തി, ഈ ഒരു അധ്യാപകൻ കാലാകാലങ്ങളായി പണമുള്ളവരുടെ മക്കളെ സ്നേഹിച്ച് കൂടുതൽ മാർക്ക് കൊടുത്തൊക്കെ ഇരുന്നു. ഒരിക്കൽ വിശ്വാമിത്രൻ്റെ മകനെയും അദ്ദേഹം ഇതേപോലെ തെറ്റായ മാർഗത്തിലൂടെ ജയിപ്പിച്ചു. വിശ്വാമിത്രൻ ഹാപ്പിയായി. और वे त्रिशंकु के लिए बदले में कुछ करने के लिए लालायित हो जाते हैं. लालायित होना എന്ന് വെച്ചാൽ അങ്ങ് അതിയായി ആഗ്രഹിക്കുക. പകരം ത്രിശങ്കുവിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി വിശ്വാമിത്രൻ്റെ മനസ്സ് അതിയായി അങ്ങ് വെമ്പൽ കൊണ്ടു. ഉചിത് അവസർ പാക്കർ ത്രിശങ്കു അപ്നി അഭിലാഷ ഉൻഹെ ബതാത്തെ ഹെ. അപ്പം നല്ലൊരു അവസരം നോക്കി ത്രിശങ്കു തൻ്റെ ഈ ആഗ്രഹം വിശ്വാമിത്രനോട് പറയും. विश्वामित्र चिंतित हो जाते हैं, लेकिन बाद में इंद्र के स्वर्गपुरी में त्रिशंकु के लिए घर का जुगाड़ कर लेते हैं. ആദ്യം അത് കേട്ടപ്പം വിശ്വാമിത്രന് ആകെ ടെൻഷനായി. കാരണം വീട് കിട്ടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പിന്നീട് ഇന്ദ്രൻ്റെ സ്വർഗപുരിയിൽ തന്നെ, എന്ന് വെച്ചാൽ സ്വർഗപുരി, ഇന്ദ്രൻ്റെ സ്വർഗപുരി എന്ന് വെച്ചാൽ ഏറ്റവും ഹൈഫൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ തന്നെ ത്രിശങ്കു കെ ലിയെ ഘർ കാ ജുഗാഡ് കർ ലേത്തെ ഹെ. ജുഗാഡ് കർണമെന്ന് വെച്ചാൽ ഒപ്പിക്കുക. എങ്ങനെയെങ്കിലും ഇന്ദ്രനോട് പറഞ്ഞ് സ്വർഗപുരിയിൽ ത്രിശങ്കുവിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ആളാണ്, അയാൾക്ക് വീട് കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച്. त्रिशंकु काफ़ी खुश हो जाते हैं. उनके मन में इस बात की शंका ज़रूर रहती है कि वो स्वर्गपुरी में रह पाएगा भी कि नहीं, क्योंकि वहाँ अजीब किस्म के लोग रहते हैं. ത്രിശങ്കു വളരെ ഹാപ്പിയായി. കാരണം എത്ര നാളത്തെ ആഗ്രഹമാണ് ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുക എന്നുള്ളത്. ഇപ്പം ആ അവസരം ഒത്തു വന്നു. പക്ഷേ ഉസ്കെ മൻമേ ശങ്ക ഹോത്തി ഹെ. പക്ഷേ അയാളുടെ മനസ്സിലൊരു ഡൗട്ടാണ്. എന്താണ്? കി സ്വർഗപുരി മേ വഹ രഹ പായേഗാ ഭി കി നഹി. സ്വർഗപുരിയിൽ അവന് താമസിക്കാൻ പറ്റുമോ എന്ന് പോലും അവന് ഡൗട്ടായിരുന്നു. ക്യോങ്കി വഹാ അജീബ് കിസ്മക്കെ ലോഗ് രഹത്തെ ഹെ. അവിടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്, വളരെ ഹൈഫൈ. അവരുടെ കൂടെ താമസിക്കുന്ന കാര്യം ഓർക്കാനേ പറ്റില്ല. लेकिन विश्वामित्र उसे अपना मकान खाली कर सीधे इंद्र के पास जाने की आज्ञा देते हैं. അപ്പം വിശ്വാമിത്രൻ കഷ്ടപ്പെട്ട് ഇയാൾക്ക് വേണ്ടി ഒരു വീട് ഒപ്പിച്ച് തന്നപ്പം ഇയാൾ പിന്നെ ഇങ്ങനെ പോണോ വേണ്ടയോ, എനിക്കവിടെ താമസിക്കാൻ പറ്റുമോ, എനിക്ക് പേടിയാവുന്നു, അവിടുത്തെ ആൾക്കാർ ജംഗിളിയാണ്, പ്രത്യേകതരം മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞപ്പം വിശ്വാമിത്രന് ദേഷ്യം വരും. വിശ്വാമിത്രൻ പറയും നേരെ സാധനങ്ങളെടുത്ത് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ യഥാർത്ഥ പുരാണ കഥയിലെ വിശ്വാമിത്ര മുനിയും വളരെ കോപിക്കുമായിരുന്നു, ദേഷ്യം വരുമായിരുന്നു. त्रिशंकु अपना सारा सामान ठेले में लाद कर सीधे इंद्र के पास पहुंच जाते हैं. അപ്പോൾ ത്രിശങ്കുവിൻ്റെ കയ്യിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ആഗ്രഹം പറഞ്ഞും പോയി, വീടും അലോട്ടായി. അപ്പോൾ ത്രിശങ്കു അപ്ന സാരാ സാമാൻ ഠേലേമേ ലാദ് കർ. ഠേല എന്ന് വെച്ചാൽ എന്താ? ഉന്തുവണ്ടി. ഉന്തുവണ്ടിയിൽ വെക്കാനുള്ള സാധനമേ ഇടയിലുള്ളായിരുന്നു. ആകെ ഒരു പാവപ്പെട്ട സ്കൂൾ മാസ്റ്ററായിരുന്നു. അയാൾ ഇന്ദ്രൻ്റെ അടുത്തെത്തും. इंद्र त्रिशंकु का हुलिया देख कर उसे काफ़ी अपमानित करते हैं. हुलिയ എന്ന് വെച്ചാൽ കോലം. ഈ ഒരു കോലം കണ്ടിട്ട് ത്രിശങ്കുവിൻ്റെ ആ ഒരു പിച്ചക്കാരനെ പോലത്തെ ഒരു രൂപവും കോലവും ആ ഉന്തുവണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ദ്രൻ ഉസെ കാഫി അപമാനിത് കർത്തേ ഹെ. ഉസെ ഭിക്മങ്ക തക് ബുലാത്തെ ഹെ. പിച്ചക്കാരൻ എന്ന് വരെ വിളിക്കും. അപ്പോൾ ഒരു സ്കൂൾ മാസ്റ്ററാണ്, ഒരുപാട് മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനെയാണ് ഭിക്മങ്ക എന്ന് വിളിച്ചത്. इस प्रकार दोनों में आनाकानी होती है और बेचारा त्रिशंकु वापस विश्वामित्र के पास पहुंचता है और अपनी पुरानी मकान में ही रहने की बात करता है. അങ്ങനെ ഇന്ദ്രന് ദേഷ്യം വരും. ത്രിശങ്കുവിനും അവസാനം കുറേ നേരം കേട്ട് നിൽക്കും. വീട് കിട്ടാനുള്ള ആഗ്രഹത്തിൽ ആദ്യം സഹിച്ച് നിൽക്കും. പിന്നെ ത്രിശങ്കുവിനും ദേഷ്യം വരും. ആഫ്റ്റർ ഓൾ അയാൾ ഒരു അധ്യാപകനാണ്, അയാളും ദേഷ്യപ്പെടും. അയാൾക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അയാൾ ദേഷ്യപ്പെടും. അവസാനം എല്ലാ സാധനങ്ങളുമായിട്ട് തിരിച്ച് വിശ്വാമിത്രൻ്റെ അടുത്ത് തന്നെ എത്തും. और वो क्या कहता है? अपनी पुरानी मकान में रहने की बात करता है. എനിക്ക് എൻ്റെ പഴയ വീട് തന്നെ മതി. लेकिन जब उसे पता चलता है कि पुराना मकान भी हाथ से निकल गया तो वह ठेला लेकर धर्मशाला की तरफ चल पड़ता है.
പക്ഷേ അപ്പോഴാണ് അറിയുന്നത് പഴയ വീട് വേറെ ആർക്കോ അലോട്ട് ചെയ്ത് കഴിഞ്ഞു വിശ്വാമിത്രൻ. അപ്പോൾ തൃശങ്കുവിന് താമസിക്കാൻ ഒരിടവുമില്ലാതായി. കയ്യിലുള്ളതും പോയി, എന്താ പറയുക, കശത്തുള്ളതും പോയി, ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല. न स्वर्गपुरी में रह सका न अपनी मकान में. उसकी अवस्था पौराणिक कथा की त्रिशंकु के जैसे ही हो जाता है. न स्वर्ग में रह पाता है न पृथ्वी पर लौट पाता है. त्रिशंकु स्वर्ग में लटका ही रहता है. പുരാണ കഥയിലെ ആ തൃശങ്കുവിൻ്റെ അവസ്ഥ തന്നെയായി. പുരാണ കഥയിലെ തൃശങ്കുവിന് മരണശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് അവസാനം എവിടെ ചെന്ന് എത്തി? സ്വർഗത്തിലും എത്തിയില്ല. ദേവന്മാരവിടെ കയറ്റിയില്ല. തിരിച്ച് ഭൂമിയിൽ വിശ്വാമിത്രനും കയറ്റിയില്ല. അങ്ങനെ ഭൂമിയും സ്വർഗത്തിൻ്റെ ഇടയ്ക്ക് തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് തൃശങ്കുവിന്. തൃശങ്കു സ്വർഗം എന്നൊക്കെ പ്രയോഗം അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ തൃശങ്കു മാസ്റ്ററിൻ്റെ അവസ്ഥയും അതുപോലെയായി. സ്വർഗപുരിയിലെ വലിയ മോഹിച്ച് റെസിഡൻഷ്യൽ ഏരിയയിലെ വീടും കിട്ടിയില്ല, അവനവനുള്ള കുടിലും നഷ്ടപ്പെട്ടു. അപ്പം വളരെ ഭംഗിയായിട്ട് എഴുതുക. ഈ ചാപ്റ്റർ നല്ല തറവായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പം കഥ മനസ്സിലാവും, എഴുതാനും എളുപ്പമാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.